എല്ലാ പ്രിയപ്പെട്ട കാർട്ടൂൺ പ്രേമികൾക്കും ഹക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്നത്തെ മനോരമയിലെ ഒരു വാർത്തയാണ് നമ്മുടെ ഈ കാർട്ടൂണിന് ആധാരം. അതായത് ഈ നിയമസഭ കൂടുതൽ ക്രമക്കേട് പുറത്ത് എന്നാണ് അതിൻ്റെ തലക്കെട്ട്. ഊരാളുങ്കൽ സംബന്ധിച്ചൊരു വാർത്തയാണ്. ഊരാളുങ്കൽ കൊടുക്കുന്നാണ് വാർത്തയുടെ ഹെഡിങ്. അതായത് നിയമസഭയെ ഡിജിറ്റൽ വൽക്കരിക്കാനുള്ള ഈ നിയമസഭാ പദ്ധതിയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. പദ്ധതി പൂർത്തിയാകുന്നതിൽ വീഴ്ച വരുത്തിയ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് 6 വർഷത്തിനിടെ 11 തവണ കരാർ കാലാവധി നീട്ടി നൽകി. സോഫ്റ്റ്വെയറിനായി ഊരാളുങ്കൽ വികസിപ്പിച്ച 42 മൊഡ്യൂളുകളും ഉപയോഗയോഗ്യമല്ലെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭാ സെക്രട്ടേറിയറ്റ് തിരിച്ചയച്ചിരുന്നു. ഇതിൽ സഭാ നടപടികൾക്കുള്ള 8 ഇൻഹൗസ് മൊഡ്യൂളുകൾ മാത്രം ഉപയോഗക്ഷമമാക്കി പദ്ധതി തീർക്കാനാണ് ഇപ്പോൾ ശ്രമം. എന്നിട്ടും ആദ്യം നിശ്ചയിച്ച കരാർ തുകയായ 18.46 കോടി രൂപ മുഴുവനും ഊരാളുങ്കലിന് കൈമാറാനുള്ള ഫയൽ നീക്കത്തിലാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് നടക്കുന്നത്. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി കേരളത്തിനെ വിഴുങ്ങുന്ന ചിത്രമാണ്. നമുക്ക് ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. ആരോഗ്യവകുപ്പിലുള്ള സകല കുറവുകൾക്ക് ഉത്തരവാദി നമ്മുടെ ഡോക്ടർ ഹാരിസ് ആണെന്ന് മുദ്രകുത്തി അദ്ദേഹത്തെ വേട്ടയാടാനായിട്ട് നമ്മുടെ ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനിടയ്ക്കാണ് നമ്മുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്രയോ ലക്ഷം രൂപ വിലയുള്ള ഒരു ഉപകരണം കിടന്ന് തുരുമ്പെടുത്ത് നശിക്കുകയാണെന്ന്, അതായത് അത് ഓപ്പറേറ്റ് ചെയ്യാൻ ആളില്ലാതെ അത് തുരുമ്പെടുത്ത് നശിക്കുകയാണെന്നുള്ളൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ ഈ ഉപകരണം വാങ്ങാനായിട്ടൊരു ആക്രി കച്ചവടക്കാരൻ വന്നിരിക്കുക. അപ്പോൾ ആക്രി കച്ചവടക്കാരൻ ആശുപത്രി സൂപ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഇത്രയും ഒരു ഉപകരണം തുരുമ്പെടുത്തത് കൊടുക്കാനുണ്ട് എന്ന് കേട്ടു, അത് മേടിക്കാനായിട്ട് വന്നിരിക്കുകയാണ് ഈ ആക്രി കച്ചവടക്കാരൻ. ഇത് മറ്റൊരു കാർട്ടൂണാണ്. നമ്മുടെ BJP നേതാവായ സദാനന്ദൻ മാഷയുടെ കാല് വെട്ടിയ ആളുകളെ ജയിലിലോട്ട് വിടാൻ നേരത്തെ യാത്ര അയക്കാൻ പോയ നമ്മുടെ നന്മമരം KK ശൈലജ പറഞ്ഞ ഒരു വാചകമാണ്. അവർ നാടിൻ്റെ നന്മയ്ക്കായി ഈ കൊലക്കേസിലെ ഈ കാലുവെട്ട് കേസിലെ പ്രതികൾ നാടിൻ്റെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവരാണെന്നാണ് നമ്മുടെ ടീച്ചറമ്മ പറഞ്ഞത്. അപ്പം ഒരാൾ ആ പ്രതി നോക്കോ നന്മ വേണോ നന്മ എന്നും പറഞ്ഞിട്ട്. ഇത് മറ്റൊരു കാർട്ടൂണാണ്. ഈ ഈ കാലുവെട്ട് കേസിലെ പ്രതികളെ CPM ആരാധിക്കുന്നതിൻ്റെ ഒരു ഇത് തന്നെയാണ്. നമ്മുടെ കാലൻ മരണദേവനാണെങ്കിലും കാലനെ ആരും ആരാധിക്കുന്നത് അങ്ങനെ കണ്ടിട്ടില്ല.
അപ്പോൾ ഇപ്പോൾ യമൗരി വന്നിട്ട് കാലനെ ആരാധിക്കാനായിട്ടൊരു കൂട്ടർ ചെന്നിരിക്കുക CPM-ൽ. അപ്പോൾ നമ്മുടെ അവിടുത്തെ ഭൃത്യം വന്നിട്ട് പറയുകയാണ് അങ്ങനെ ആദരിക്കാനായിട്ട് കുറേ CPM-കാർ വന്നിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ ഈ മറ്റേ CPM-ൻ്റെ പൊയ്മുഖങ്ങളാണ് ഇതിനകത്തു നിന്നൊക്കെ വെളിവാകുന്നത്. അപ്പോൾ ഈ ആഴ്ചത്തെ കാർട്ടൂൺ ഡെമോൺസ്ട്രേഷൻ ഇതോടെ പര്യവസാനിക്കുന്നു. വിട. കാർട്ടൂണിസ്റ്റ് ഹക്കു.